Good afternoon, sir. Hi dear, good afternoon. Good afternoon, sir. Good afternoon, sir. Sangeeta, good afternoon. Soumya, Sanisha, good afternoon. Good afternoon, sir. Okay, Sangeeta, Sangeeta Surya, good afternoon. Vilisha, good afternoon. Yes, let us start. Okay, Lini. Good afternoon. ഞാൻ ലെഫ്റ്റിൽ ഇരുന്നപ്പോ ലിനി പോയിരുന്നു. Yes. Let us start. Okay. Prayer letter. Okay. Start prayer. Okay, Ramsina. Okay. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്ക് ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിൻ ഏകാധിപനെ നിയമതരാധിപ്പു ഞങ്ങളങ്ങയ മാത്രം സതതം സഹായമാദർത്തിപ്പതും തിരുമുന്നിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർദൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗ ഭ്രഷ്ടർ തൻ വഴിയിലുമെല്ലാം ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾ ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു സർ. Yes, very good. Okay. നല്ല രസകരമായിരുന്നു ദർശന. Yes. Then thought of the day. Then signing on. Signing in ഞാനാണ് sir. Okay, Soumya. Sorry. Thought of the day. Thought of the now okay. Thought of the day പറഞ്ഞോളൂ Soumya. Don't read success stories. You will only get a message. Read failure stories. You will get some ideas to get success. Okay, sir. Okay. Very good, Soumya. Safida. Then signing on. ഞാനാണ് ഞാൻ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് മുന്നത്തെ ക്ലാസ് സാറ് ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞു. ഞാനത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് പറയാന്ന് കരുതി. Okay. My best friend name is Sunira. She is my childhood friend. We studied in same school. We went to school and studied together, and we were together from 1st to 10th grade. We had so much fun during our school days that we were enjoying ourselves, laughing, playing, and joking. It feels like yesterday.
Our bond still remains strong. After we got married, we went our separated ways. After that, continued her studies, so now she is working as a Montessori teacher. She has always been a great inspiration for my studies. If I make any mistake, she will correct me and give me good advice. That's what good friends are for. Oh, very good, Safida. Safida പറയുമ്പോൾ തന്നെ മനസ്സിലാവും the intimacy between you and your friends. Okay? Okay, sir. Very good, very good, very good. Shall I start? Okay. So, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് പ്രിപ്പോസിഷനെ കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഇനി അടുത്തത് നമ്മൾ അടുത്തൊരു പ്രിപ്പോസിഷനിലേക്ക് നമ്മൾ കിടക്കുക. ആ പ്രിപ്പോസിഷനാണ് ഇൻ. ഇൻ. അപ്പൊ നമ്മള് തുടക്കത്തിൽ ഞാൻ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രിപ്പോസിഷനും അതിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് പറയും. ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ, അകത്ത്, നമുക്ക് പറയാം. ഇൻ ദ റൂം, അങ്ങനെ നമ്മൾ അകത്ത്, ഉള്ളിൽ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വേറെ ഒരു മീനിങ് ആണ്. യെസ്. ഇത് കൂടാതെ ഇത് ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ 2008 ജനിച്ചത്. ഐ വാസ് ബോൺ ഇൻ 2008. 2008 എന്ന് പറയുന്ന ഒരു പീരീഡ്, കറക്റ്റ് പീരീഡിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇന്ന് രാവിലെ, ഇൻ ദ മോർണിംഗ്. ഇന്ന് വൈകിട്ട്, ഇൻ ദ ഈവനിങ്. അല്ലെങ്കിൽ വേനൽക്കാലത്ത്, ഇൻ ദ വിന്റർ, ഇൻ സമ്മർ. അത് എങ്ങനെയാണ് നമുക്ക് പറയാം. അപ്പോൾ ആ കാലഘട്ടം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെ ഉപയോഗമുണ്ട്, അത് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞത്. അതുകൂടാതെ ടു ഡിനോട്ട് എ പീരീഡ് ഓഫ് ടൈം, ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നു. ഈ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കും. ഇൻ ദ ഡേ ടൈം, ഇൻ ദ ഈവനിങ്, in the afternoon, in the morning, in winter, in February, in March, in summer. എല്ലാം ഇവിടെ നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് ഇൻ ഈസ് ആൾസോ യൂസ്ഡ് ടു ഡിനോട്ട് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ടൈം. ടോട്ടൽ ലെങ്ത് ഓഫ് ടൈം. നമ്മൾ ഒരാൾക്ക് ഒരു ജോലി കൊടുക്കണം, എന്നിട്ട് പറയുന്നു ഇത് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കണം. ഒരാഴ്ചക്കുള്ളിൽ ഒരു ലെങ്ത് ഓഫ് ടൈം കൊടുക്കണം. യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 1 week. ഇൻ 1 week, ഒരു ആഴ്ചക്കുള്ളിൽ. അല്ലെങ്കിൽ ഇൻ 1 year, ഒരു വർഷത്തിനുള്ളിൽ. ഇൻ 1 month, ഒരു മാസത്തിനുള്ളിൽ. അപ്പൊ സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ദ പ്രിപ്പോസിഷൻ that can be used to denote a period of time or the length of time. Yes, ഇതവിടെ നോക്കട്ടെ. ഇനി നമുക്ക് വേറൊരു പ്രിപ്പോസിഷൻ നമുക്ക് നോക്കാം, ഡ്യൂറിങ്. ഡ്യൂറിങ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഇടയ്ക്ക് എന്നാണ്. ഇടയ്ക്ക് നമുക്കത് പറയാം, എക്സ്പ്രസ് ആൻ ഐഡിയ വൈൽ എ സിറ്റുവേഷൻ കണ്ടിന്യൂസ്. ഏതെങ്കിലും ഒരു വേറൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്കുള്ള ഒരു സംഗതി വരുമ്പോഴാണ് ഈ ഡ്യൂറിങ് എന്ന് പറയുന്ന വേർഡ് വരുന്നത്. ഞാൻ പറയാം, ഡ്യൂറിങ് ദ ക്ലാസ്, ക്ലാസിന്റെ ഇടയ്ക്ക് ഐ വെന്റ് ഔട്ട് ടു ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോയി. ഡ്യൂറിങ് ദ ക്ലാസ്. യെസ്. ഡ്യൂറിങ് ദ മീറ്റിംഗ്, മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഐ സോ the manager, ഞാൻ മാനേജറെ കണ്ടു. During the meeting, I telephoned to my daughter. മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, എന്റെ മകൾക്ക് ഞാൻ ഫോൺ ചെയ്തു. അപ്പൊ ഡ്യൂറിങ് എന്ന് പറയുന്ന വേർഡ് ദാറ്റ് ഈസ് യൂസ്ഡ് as to express an idea while a situation continues. അപ്പൊ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സിറ്റുവേഷൻ കണ്ടിന്യൂസ്. അതിന്റെ ഇടയ്ക്ക് നടക്കുന്ന വേറൊരു കാര്യമാണ്. യെസ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ അവിടെ നിന്ന് നോക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾ കാണുകയാണ്, നിങ്ങൾക്ക് പറയാം ഡ്യൂറിങ് ദ ക്ലാസ് ഐ സോ മൈ ഡോട്ടർ.
അല്ലെങ്കിൽ ഐ സോ മൈ ചൈൽഡ്. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, നിങ്ങൾ അതിൻ്റെയും ശ്രദ്ധിക്കുന്നുണ്ട്. ഡ്യൂറിങ് ദ ക്ലാസ് ഐ ഒബ്സർവ്ഡ് മൈ ചൈൽഡ്. ക്ലാസിന്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കുട്ടിയെ നിരീക്ഷിച്ചു. അപ്പൊ ഡ്യൂറിങ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഇടയ്ക്ക്. യെസ്, ഇടയ്ക്ക്. മീനിങ് ഒന്ന് നോക്കിപ്പോയാൽ മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പറയുന്ന അടുത്തൊരു പ്രൊപ്പോസിഷനാണ് ബി വൈ, ബൈ. ബി വൈ, ബൈ എന്നുള്ള പ്രൊപ്പോസിഷൻ. ഈ ബൈ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ നമുക്ക് ആരെങ്കിലൊക്കെ എന്തെങ്കിലും ചിത്രം വരച്ചു കഴിഞ്ഞാൽ ബൈ ഇതിന്റെ പേര് ആരാൻ എന്നുള്ളതാണ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് അതിന്റെ കോമൺ ആയിട്ടുള്ള ഉപയോഗം. ബൈ, ദ ഫുഡ് ഈസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. എന്റെ അമ്മയാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. ബൈ കഴിഞ്ഞാല് ദ ക്രിയേറ്ററുടെ പേരാണ് പറയുന്നത്. യെസ്, ഇതിന്റെ അകത്ത് ടു എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ടൈം. നമ്മളിപ്പോ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർക്കാനായിട്ടുള്ള ലാസ്റ്റ് ടൈം നമ്മൾ പറയില്ലേ, ആ ടൈം, ലാസ്റ്റ് ടൈം, അത് പറയുന്ന സ്ഥലത്ത് ഈ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ലാസ്റ്റ് ടൈം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഡെഡ് ലൈൻ എന്ന് പറയുന്ന സംഭവം അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല പേരാണ്. ലാസ്റ്റ് പറയില്ലേ, ഇത്രാം തീയതി ഫിനിഷ് ചെയ്ത. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 1 വീക്ക്. അത് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാലും വേണമെങ്കിൽ കിട്ടും സമയം പൂർത്തിയാക്കാനായിട്ട്. പക്ഷെ ആ ഇൻ എന്നുള്ളതിന് പകരം ബി വൈ, ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയാണ്. 1 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് 1 മണിക്കൂറാണ്, 61ാമത്തെ മിനിറ്റിലേക്ക് പോകില്ല. അതായത് യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് ബൈ നെക്സ്റ്റ് മൺഡേ. നെക്സ്റ്റ് മൺഡേയുടെ ഉള്ളിൽ അത് ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂസ്ഡേയിലൂടെ അത് പോകില്ലെന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും നിങ്ങളൊരു ഡെഡ് ലൈൻ കൊടുക്കുകയാണെങ്കിൽ, ഒരു അന്തിമമായിട്ട് ഇന്ന ദിവസം, അവിടെ ബൈ ചോദിച്ചോ. ഡെഡ് ലൈൻ എല്ലാതിൻ്റെ അവിടെ നമുക്കെന്ത് പറയാം, ഇൻ പറഞ്ഞാൽ മതി. ഡെഡ് ലൈൻ കൊടുക്കുന്ന സാർ നമുക്ക് പറയാം ടു എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ടൈം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നു, ബൈ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. യെസ്. ഇനി അടുത്തൊരു വേർഡ് നമ്മൾ പ്രപ്പോസിഷൻ നമ്മൾ പറയുന്നത് ഫോർ എന്നാണ്. ഫോർ. അപ്പൊ ഫോർ മീ എന്ന് പറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞപ്പോ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി എന്നർത്ഥമുണ്ട്. വേണ്ടി. അപ്പൊ ഫോർ മീ, എനിക്ക് വേണ്ടി, ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി. ഈ ഫോർ എന്ന് പറയുന്ന വേർഡിന് ബിക്കോസ് എന്നുള്ള അർത്ഥമാണ് ചില സന്ദർഭങ്ങളിൽ വരും. ഫോർ എന്ന് പറയുന്ന വേർഡിന് ബിക്കോസ് എന്നുള്ള മീനിങ്ങിൽ ചില സന്ദർഭങ്ങൾ ഉപയോഗിക്കാറുണ്ട്. യെസ്, നമ്മളിവിടെ പറയുന്നത് ഫോർ എന്ന് പറയുന്ന വേർഡിന്റെ ആ കോമൺ ആയ മീനിങ് കൂടാതെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ഷോ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈം, അതായത് ഇപ്പൊ ഒരു സ്റ്റാർട്ടിങ്ങും ഉണ്ടാവും, ഒരു എൻഡിങ്ങും ഉണ്ടാവും. 1/2 മണിക്കൂറായി ഞാൻ വെള്ളത്തിന്റെ അടിയിലാണ്. ഐ ഹാവ് ബീൻ അണ്ടർ ദ വാട്ടർ ഫോർ ഹാഫ് ആൻ അവർ. 1/2 മണിക്കൂർ. 1/2 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കറക്റ്റ് പീരീഡ് അല്ലേ? 1 ഒടുങ്ങി 30 ഒരു പീരീഡാണ്, പീരീഡ് ഓഫ് ടൈമാണ്. യെസ്. അപ്പൊ ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുമ്പോൾ അവിടെ എപ്പോഴും എന്ത് വരുള്ളൂ, ഫോറേ വരും. നമുക്ക് വേണമെങ്കിൽ പറയാം വി ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ 6 years. ഫോർ 6 years ആണ്. 6 years ഒരു പീരീഡ് ഓഫ് ടൈമാണ്. പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. ഫോർ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ പീരീഡ് ഓഫ് ടൈം. പീരീഡ് ഓഫ് ടൈം. യെസ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് റെയിൻഡ് കണ്ടിന്യൂസ്ലി ഫോർ 3 hours ലാസ്റ്റ് ഡേ. ഇന്നലെ 3 മണിക്കൂർ സ്ഥിരമായിട്ട് മഴ പെയ്തു. ഇറ്റ് റെയിൻഡ് കണ്ടിന്യൂസ്ലി ഫോർ 3 hours ലാസ്റ്റ് ഡേ. ഫോർ 3 hours, 3 മണിക്കൂർ. ഇറ്റ്സ് എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ്. ഇനി ഈ പീരീഡ് ഓഫ് ടൈമിനെ പരിഗണിക്കാതെ ഒരു പോയിന്റ് ഓഫ് ടൈമിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ
അവിടെ ഫോർ ഉപയോഗിക്കരുത്, അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? സിൻസ് ആണ്. സിൻസ്. അപ്പൊ അടുത്ത പ്രിപ്പോസിഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് സിൻസ് ആണ്. സിൻസ്. സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ എന്ന് പറയില്ല. മുതൽ മുതൽ എന്ന് പറയുമ്പോൾ പലിശ മുതൽ എന്നുള്ള അർത്ഥത്തിലല്ല, ഇന്ന സമയം മുതൽ 1958 മുതൽ 1998 മുതൽ. ആ മുതൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു പോയിന്റ് മാത്രമാണ് പറയുന്നത്. അവിടെ മുതൽ എവിടം വരെ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ മുതൽ ഇന്ന സ്ഥലം വരെ എന്ന് പറയുമ്പോൾ അത് പീരീഡ് ഓഫ് ടൈം ആയി. നേരെ മറിച്ച് തൊടുന്ന പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. യെസ്. ഇപ്പൊ നമുക്ക് പറയാം, ഫോർ ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുമ്പോൾ സിൻസ് എ പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. സിൻസ്. ഇപ്പൊ നമുക്ക് പറയാം, ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് സിൻസ് 2010. 2010 മുതൽ ഞാൻ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. 2010 എന്ന് പറയുന്ന കറക്റ്റ് പോയിന്റ് ആണ് പറയുന്നത്, പോയിന്റ് ഓഫ് ടൈം. അവിടെ മുതൽ എവിടം വരെ എന്ന് പറഞ്ഞിട്ടില്ല. യെസ്. അങ്ങനെ ഒരു എൻഡ് വന്നു കഴിഞ്ഞാൽ അത് പീരീഡ് ഓഫ് ടൈം. അപ്പൊ അവിടെ 4 വരുള്ളൂ. 4 6 years, 4 7 years, പീരീഡ് ഓഫ് ടൈം. നേരത്തെ ഓർത്തിരുന്നാൽ മതി. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പീരീഡ് ഓഫ് ടൈമിനെയും, സിൻസ് എന്ന് പറയുമ്പോൾ അതൊരു പോയിന്റ് ഓഫ് ടൈമിനെയും, പോയിന്റ് കറക്റ്റ് പോയിന്റ് ഓഫ് ടൈമിനെയുമാണ് സൂചിപ്പിക്കുന്നത്. യെസ്. അപ്പൊ 4 ആയി, സിൻസ് ആയി. യെസ്. ഇനി അടുത്ത ഒരു പ്രിപ്പോസിഷനായിട്ട് നമുക്ക് പറയാവുന്നത് ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡിനകത്ത് നമുക്കറിയാം ഇടയിൽ, മധ്യത്തിൽ എന്നൊക്കെ പറയാം. യെസ്. നമ്മളിപ്പോ കല്യാണക്കുറികളൊക്കെ അടിക്കുമ്പോൾ മുഹൂർത്തം ബിറ്റ്വീൻ 9 AM and 10 AM. ബിറ്റ്വീൻ ഇടയിൽ, മുഹൂർത്തം ബിറ്റ്വീൻ 9 AM and 10 AM. 9 AM-ത്തിന്റെയും 10 AM-ത്തിന്റെയും ഇടയിലാണ് മുഹൂർത്തം. യെസ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 9 AM to 10 AM എന്ന് പറഞ്ഞാൽ തെറ്റാണ്. 9 മണി മുതൽ 10 മണി വരെ മുഹൂർത്തം എന്ന് പറയില്ല. 9 മണിക്കും 10 മണിക്കും ഇടയിലാണ് മുഹൂർത്തം. ആ ഇടയിൽ എന്ന് പറയുന്നത് മധ്യത്തിലാണ്, ഇടയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബിറ്റ്വീൻ. അപ്പോ ദ മുഹൂർത്തം ഈസ് ബിറ്റ്വീൻ 9 AM to 10 AM എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആ 2-ന് പകരം അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ആൻഡ് ആണ്. 9 AM and 10 AM. The മുഹൂർത്തം ഈസ് ബിറ്റ്വീൻ 9 AM and 10 AM. യെസ്. അപ്പൊ നമുക്ക് പറയാം, സാധാരണഗതിയിൽ ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡ് നടുവിൽ, മധ്യത്തിൽ എന്ന് പറയുന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബിറ്റ്വീന്റെ അർത്ഥം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. യെസ്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം. യെസ്. ഇനി അവിടെ നിൽക്കട്ടെ, ഒരു മിനിറ്റ്. യെസ്. ഞാനൊരു ചെറിയൊരു വിഷയം പറയാം. അപ്പൊ നിങ്ങൾ ആ വിഷയത്തെ കുറിച്ച് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഐഡിയ എന്താണോ ആ ഐഡിയ നിങ്ങളൊന്ന് പറയാം. ആ പറയുന്ന വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഐഡിയ നിങ്ങളൊന്ന് പറയാം. യെസ്. അപ്പോ സംഭവം ഇതാണ്. കഴിഞ്ഞ കുറെ നാളിന് മുമ്പ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമന്റ് പറഞ്ഞു. ആ കമന്റ് ഇതായിരുന്നു: സീരിയല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്ന് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു നടൻ ഒരു കമന്റ് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചു പേര് അതിനോട് യോജിച്ചു, കുറച്ചു പേര് അതിനോട് വിയോജിച്ചു. അപ്പോ യോജിച്ചവര് പറഞ്ഞത് കറക്റ്റാണ് ഈ പ്രേംകുമാർ പറഞ്ഞത്. കാരണം ഇത് ഈ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ്. വീടുകളിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ വരുന്നില്ല, മഴമയും വരുമ്പോഴും തമ്മിൽ പ്രശ്നങ്ങൾ വരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. സീരിയൽ അവസാനിക്കുന്നില്ല.
അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ, പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇത് നിർത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഇതൊരു വിഷമയമാണ് എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു കൂട്ടര് പറഞ്ഞു. രണ്ടാമത്തെ ഒരു വിഭാഗം പറഞ്ഞു അത് അങ്ങനെ കാണേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ പ്രായമായ അപ്പാപ്പന്മാരും അമ്മാമ്മമാരൊക്കെ ഉണ്ട്. അവർക്ക് പുറത്തൊന്നും പോയി പരിപാടി കാണാനോ കലാപരമായിട്ടുള്ള സംഗതികൾ ആസ്വദിക്കാനോ സാധിക്കില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ലഭിക്കുന്ന, വീട്ടില് ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസമാണ് ഈ സീരിയൽ. അവര് ആ സീരിയൽ കണ്ടോട്ടെ, അവർ കാണുന്നതിന് എന്താ കുഴപ്പം? സീരിയലിനെ സീരിയലായിട്ട് മാത്രം കണ്ടാൽ മതി, അല്ലാതെ ജീവിതത്തിലൂടെ തന്നെ പകർത്തണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ്, ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി ഇറ്റ് ഗിവ്സ് എംപ്ലോയ്മെന്റ് ടു ലോട്ട് ഓഫ് പീപ്പിൾ. പ്രത്യക്ഷമായും പരോക്ഷമായും ഈ സീരിയൽ എന്ന് പറയുന്ന മേഖല ധാരാളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സംഭവമാണ്. അപ്പൊ അത്രയും അത് അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല, അങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ, അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഡ്രസ്സ്, ഒരുപാട് അലൈൻമെന്റ് ആയിട്ടും അടുത്തടുത്തായിട്ട് ഇങ്ങനെ ജോലി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ മോശമായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായവും വന്നു. അപ്പൊ പ്രേംകുമാറിന്റെ അഭിപ്രായം തെറ്റാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര്. ഞാൻ ഈ വിഷയം ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം. രണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് യോജിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ എഗ്രി വിത്ത് ദ പ്രേംകുമാർ ഒപ്പീനിയൻ. ബിക്കോസ്, എന്തുകൊണ്ട്? ഒന്ന് രണ്ട് കാരണങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയും, നിങ്ങളുടേതായ കാരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് വിയോജിക്കാം. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഐ ഡിസഗ്രി വിത്ത് പ്രേംകുമാർ ഒപ്പീനിയൻ. ബിക്കോസ്, എന്തുകൊണ്ടാണ് പ്രേംകുമാറിന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ യോജിക്കാത്തത് എന്നുള്ളത് നിങ്ങൾ പറയാം. യെസ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ ആ പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് തോന്നുന്ന എന്തുകൊണ്ട് നിങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കൊരു കാരണം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സീരിയലിനോട് യോജിക്കാം. ഇത് നിങ്ങളുടെ വീട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമായിരിക്കും. യെസ്, നിങ്ങളുടെ വീട്ടിൽ യു ആർ എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. യുവർ ഓൺ എക്സ്പീരിയൻസ് ആൻഡ് യുവർ ഓൺ എക്സാമ്പിൾ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് യു ക്യാൻ സ്പീക്ക് ഇറ്റ് ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസ്. അത് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ രീതിയിൽ ഒന്ന് റിയാക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. പോയിന്റ് മാത്രം മതി, പോയിന്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ആരംഭിക്കാം. യെസ്, നിങ്ങളുടെ പോയിന്റ് മാത്രം പറയും. യുവർ ഓൺ എക്സ്പീരിയൻസ്, യുവർ ഓൺ ഐഡിയ. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഐ അഗ്രി, ഐ ഡിസഗ്രി, രണ്ടും പറയാം. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നില്ല പ്രേംകുമാറിന്റെ അഭിപ്രായത്തിൽ. റീസൺസ്, ഒന്നോ രണ്ടോ കാര്യം. യെസ്, കുറച്ചു പേര് ഇപ്പോ പേപ്പറിന്റെ സൈഡിൽ എഴുതുന്നു പോയിന്റ്. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിലൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല. വാട്ട് എവർ നമ്മൾ പറയാറില്ലേ, എന്ത് കാര്യത്തിനും രണ്ട് അഭിപ്രായം ഉണ്ടാവുമെന്ന് പറയാറില്ലേ? രണ്ട് അഭിപ്രായമാണ്. നിങ്ങൾക്ക് യോജിക്കാം, നിങ്ങൾക്ക് വിയോജിക്കാം. ദാറ്റ് ഈസ് യുവർ വിഷ്. നിങ്ങളുടെ ആഗ്രഹമാണ്. അപ്പൊ ഓക്കെ റാസ്മിന, ഞാൻ ആദ്യം ആരെ വിളിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് റാസ്മിന ധൈര്യസമേതം മുന്നോട്ട് വന്നത്. ഒട്ടും പ്രിപ്പയർഡ് ഒന്നല്ല, എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചിട്ട് ഓണാക്കി. കണ്ടിന്യൂ രാസ്മിന ഐശ്വര്യത്തിലാണ് നമ്മൾ പോകുന്നത്. രാസ്മിന കൈ നോക്കുമ്പോൾ അടുത്തത് ഞാൻ ആരെയും വിളിക്കാൻ നിൽക്കില്ല. നിങ്ങൾ പറയാ, സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, തെറ്റിക്കോട്ടെ. I am agree with Prem Kumar because serial is a daily watching. We watch the serial daily in our home, so it definitely it affect our daily life, I think. Yes. And maybe that's behavior, that story, all that affect in our life, I think so. At the same time, the film or movies not affect in our daily life because we are watching that movie just like an entertainment. Then we most of the case we leave it. Some days they may be in our mind after we leave it.
I think so. So the serial is not like that. That is every day continued തുടരും. That's its episode is moving like moving maybe 1 or 2 or 3 years take to complete that. So I think I am agree with Prem Kumar, because he say that the serial is a poison like endosulfan. The endosulfan is a big problem that's affected next generation also. So I think he said like that poison endosulfan serial is the like endosulfan. Thank Okay, you, sir. Raspina is agreeing with Prem Kumar's opinion. I think that Raspina has a keen observation on this issue. So we can understand all these things from her words. However, I appreciate you, Raspina. Very good, very good, very good, very good. Thank Yes. you, sir. Very, very good. You presented it is very good. Yes. Then, ഞാൻ പറയാം. okay, ഞാൻ ഷിൽജി ഓർ ലിനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോ ഷിൽജി പറഞ്ഞു, okay, ഷിൽജി, you continue. I am disagree with Prem Kumar opinion because it is not the serials are good, but it gives lives to the many people in many ways, and it make the people to grow more and to become very good actor. I don't like to see the serial, but I like to see the movie. Yes. Okay. Shiji is having entirely a different. അങ്ങനെ പറഞ്ഞ പോലും അഭിപ്രായങ്ങൾ തമ്മിലാണ് വ്യക്തികൾ തമ്മിൽ അല്ല, അഭിപ്രായങ്ങൾ തമ്മിൽ യോജിപ്പുമല്ല. Okay, ഷിജി, very good. You presented very well. One point of view, it gives training. Okay, very good. Lini, പറഞ്ഞോളൂ ലിനി. Yes, sir. I agree with Prem sir and disagree because Yes, okay, continue. because I face this problem every day. Because I have a mother-in-law. She used to see she's an addict. Yes. And in one way, serial is good. If it is giving a nice message, it is good. But if it is not a nice message, because this mother-in-law and fight everything, that is bad. So Yes. that will be irritating. So the family will face really bad. So I think in that way it is really bad. But if you see, if it is in good way, it is entertaining, and it will be relaxation for the parents, for Yes. us. So I agree and disagree. Yes. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ലിനി പറഞ്ഞത്. കാരണം കറക്റ്റ് ആയിട്ട് അല്ലേ? Yes. Okay. I appreciated the diplomatic answer of Lini. Yes. Okay. Then ഇനി ദൈവ സംവിധാനം പറയുന്നത് സുറുമി, ആരെങ്കിലും റെഡി? Yes, sir. യെസ്, ഞാൻ സുറുമിനെ വിളിക്കാന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അടുത്തത് അതിന്റെ ഫിനിഷിനെ വിളിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. സുറുമി, യു കണ്ടിന്യൂ. I agree with him. You agree with him? Yes. Because serials create an addiction problem. Yes. People related to what will happen in next episode. Yes. Most- Okay. Most serials spread negative thoughts. However, that is actually happened in more houses, like husband cheating, elder cheating, mother-in-law problems, etc. In real fact, the real fact is, if we have any such problem, our problems we can't come out from our problems by watching this entertainment. We want to do something for as ourselves to come out from our problems. Serials are കിട്ടൂല. Continue. We can understand it. Your mind is full of ideas. Very good. No problem. Serials give more negatives. Sometime before years, I also watch this type of serials, but at that time, I feel so sadness because the serials
says only sad thoughts. So I feel also sad. Then after some time, I understand that is not the real thing. That is not the real way. Then I actually going to study and do my work and or other activities to become rich or become solve my problem. Yes, okay. Okay, thank you, sir. Okay, very good, very good, very good. Okay, Survi, your mind is full of ideas. Okay. And what you said is one thing is correct. We are comparing the story of serial with the real life. Sir, we are discussing whether serial is good or bad. How does it affect the family life? അതേക്കുറിച്ചാണ് ഹാരിസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അടുത്തായിട്ട് ബിനീഷിനെ വിളിക്കണം. ബിനീഷ്. Yes, ബിനീഷ് പറയൂ. What is your opinion about it? അത് കഴിഞ്ഞതിന് ശേഷം സഫീദിനോട് വരാട്ടോ. Okay. പറഞ്ഞോളൂ. I agree with the Premkumar opinion because in serials there are so many bad content. Each viewer is influenced by the behavior and dressing of the character. They are not considered it for fun. The serial is also a entertainment, but they are addicted to it. But in another way, the serial gives so many jobs for each person's actress, and each person's working behind the serial. Yes. Right. Okay. Virisha, let me ask you one question. Virisha, suppose that you are getting a chance to act in a serial. Will you accept that offer? In serial? In serial. No, sir. I don't. Yes. അത് എന്തുകൊണ്ടാണ് സീരിയൽ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? ആക്ട് ചെയ്യാൻ അറിയില്ല പാടില്ലാഞ്ഞിട്ടാ. ആക്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. യെസ്. ഓക്കെ. അത് വെറുതെ പറയുന്നത്. ഫിനിഷ, are you married? Yes, I'm married. Yes. How many children you have? 2. One daughter and one son. Okay. ഞാൻ ആദ്യത്തെ കുട്ടി ജനിച്ച സമയത്തേക്ക് ബിനീഷിയുടെ മനസ്സിനെ കൊണ്ടുപോവുകയാണ്. ബിനീഷിയുടെ മാത്രമല്ല എല്ലാവരുടെയും. അപ്പോ ആദ്യത്തെ കുട്ടി ജനിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് ഒരു 6-7 മാസം പ്രായമുള്ളപ്പോഴൊക്കെ ആ കുട്ടിയെ ഉറക്കിക്കിടത്തിയിട്ട് ബിനീഷ് വീട്ടിൽ ജോലി ചെയ്യാനായിട്ട് പോകാറുണ്ട്. രാവിലെ കുളിപ്പിച്ച് റെഡിയാക്കി ഉറക്കിക്കിടത്തിയിട്ട് അങ്ങനെ ആ മുറിയിൽ ഉറക്കിക്കിടത്തി എഴുന്നേറ്റ് അവിടുന്ന് പോകുമ്പോ വളരെ ശബ്ദമുണ്ടാക്കാതെ തള്ളവിരല് താഴെ കുത്തി പയ്യെ അനങ്ങാതെ പോകുന്നു. അത് വലിയൊരു അഭിനയമായിരുന്നില്ലേ. അങ്ങനെ വാതിൽക്ക് വന്നിട്ട് ആ വാതിൽ പയ്യെ ഒന്ന് ചാരിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഉറക്കിക്കിടത്തിയ മകള് കണ്ണ് തുറന്നിരിക്കുന്ന കാണുമ്പോ ചമ്മിയിട്ട് വീണ്ടും വന്നിട്ടില്ലേ മകന്റെ അടുത്തേക്ക്. അന്ന് നിങ്ങൾ ചമ്മിയ ആ ചമ്മലിനേക്കാളും വലിയൊരു ചമ്മല് ഇവിടെ ഒരു KPC ലളിതയോ നവ്യ നായരോ ആരും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇത് തന്നെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും ചെയ്തതല്ലേ? അപ്പൊ ഞാൻ പറയും, നിങ്ങളാണ് ബെസ്റ്റ് ആക്ടർ. യു ആർ ദ ബെസ്റ്റ് ആക്ട്രസ്. അതാണ് അതിന് ചൊല്ലിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് നമുക്കൊരു ജയചന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആ വരി പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ കുട്ടിയെ ഉറക്കിക്കിടത്തി മുറി പയ്യെ ചാരി പുറത്തേക്ക് പോകുമ്പോ പുറത്തേക്ക് ജനലിലൂടെ നോക്കുമ്പോൾ താൻ എപ്പോഴും ആസ്വദിക്കുന്ന കുയിലിനെ കാണുന്നു. ആ കുയിലിനോട് പറയുകയാണ്, അധികം ശബ്ദമുണ്ടാക്കാതെ പാടണം, കാരണം എന്റെ കുട്ടി ഉറങ്ങുകയാണ്. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമൽ ഉറക്കമായി. നിലാവിനോട് പോലും പറയണം, എന്റെ കുട്ടിയുടെ കൺപീലിയിൽ വരരുത്, ഒരുപക്ഷെ വന്നാൽ ആ നിലാവിന്റെ ചെറിയ ചൂട് കൊണ്ട് അവൻ കണ്ണു തുറന്ന് അവന്റെ ഉറക്കം പോയാലോ. യെസ്. അപ്പോ നിങ്ങൾ ആ പാട്ട് ഇനി കേൾക്കുമ്പോൾ, ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നുള്ള പാട്ട് നിങ്ങൾ ഇനി കേൾക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ അർത്ഥം വെച്ച് കേട്ട് പറയണം. അതായത് കുട്ടിയെ
ഉറക്കി അവിടെ കെടുത്തിയിട്ട് ആ മുറി വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോരുമ്പോ നിങ്ങൾ ആരോടൊക്കെയാണ് ഒച്ചയുണ്ടാക്കരുത്, എന്റെ മോൻ ഉറങ്ങിയാണ് പറയുന്നത് എന്നുള്ളതാണ് ആ വരിയിലുള്ള കംപ്ലീറ്റ് വാചകം. അപ്പോ ബിനീഷിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, ബിനീഷിക്ക് മാത്രമല്ല ഈ ഇരിക്കുന്ന എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നവരാണ്. യെസ് എന്റെ ഓക്കെ ലിനി, താങ്ക് യു. യെസ്, നമ്മൾ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് സീരിയലൊക്കെ എഴുതുന്ന സുഹൃത്തുണ്ട്. അപ്പൊ ആ പുള്ളി പറയും, എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, രാവിലെ തന്നെ നോക്കും എത്ര നടന്മാരുണ്ട് നടിമാരുണ്ട് നോക്കും, അവർക്ക് പറ്റുന്ന രീതിയിലാണ് പിന്നെ കഥ ഉണ്ടാക്കുന്നത്. ഒറിജിനൽ കഥയൊക്കെ വിട്ടുപോകും. കാരണം ഇന്ന് ചിലപ്പോൾ ഒരു ആക്ടർ ഇല്ല, അയാൾക്ക് പനിയാണ്, അപ്പൊ അയാളെ ഇല്ല, അപ്പൊ അയാൾ ഒഴിവാക്കിയിട്ട് എങ്ങനെ കഥ പോണോ ആ രീതിയിലാണ് അന്നത്തെ കഥ ഷൂട്ട് ചെയ്യണത്. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വേറെ ആളുണ്ടാവില്ലെങ്കിൽ അയാൾ ഒഴിവാക്കിയിട്ട് അങ്ങനെ പോകുള്ള കഥ. അത് അങ്ങനെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, സുറുബി പറഞ്ഞിട്ട് ഷീ വാസ് ദ ബെസ്റ്റ് ആക്ട്രസ്. ഓ വെരി ഗുഡ് സുറുബി, ഞാൻ സുറുബിയിലേക്ക് വരാം. യെസ്, ഓക്കെ 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 യെസ്. അപ്പോ അന്ന് ആരാണ് ഇല്ലാതിരിക്കുന്നത്, അപ്പൊ അവരെ വെച്ചിട്ടായിരിക്കും അത് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. യെസ്, ഓക്കെ, റെഡിയാണ്. ഇനി രണ്ടാമത്തെ കേസ്, അവർക്കൊക്കെ ഡെയിലി പേയ്മെന്റ് ആണ്. നന്നായിട്ടൊക്കെ മെയിൻ നടന്മാർക്കൊക്കെ 17 രൂപ 18 രൂപയൊക്കെ 18,000 രൂപയൊക്കെ ഡെയിലി കൊടുക്കാറുണ്ട്. താഴേക്ക് വരുമ്പോ ചിലപ്പോ അതിൽ കുറയും. യെസ്, എന്തായാലും 10 രൂപയിലും കുറവ് ഡെയിലി കിട്ടുന്ന ആൾക്കാരില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഇദ്ദേഹത്തിന് ഒരു എപ്പിസോഡ് എഴുതുന്നതിന് ഇത്ര രൂപ എന്നാണ്. ആ എപ്പിസോഡാണ് പുള്ളിക്കുള്ള റേറ്റ്. ആ സുഹൃത്തുക്കളുടെ ആ എപ്പിസോഡ് അനുസരിച്ച് ഉള്ള റേറ്റ് ആണ് കിട്ടുന്നത്. ഒരു എപ്പിസോഡ് എഴുതി കഴിഞ്ഞാൽ ഇത്ര. അത് ആരൊക്കെയുണ്ടോ അതനുസരിച്ച് എഴുതി കൊടുക്കുന്നത് ഡയറക്ടർക്ക് ഇഷ്ടപ്പെടാൻ വേണം, അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റിയിട്ട് വേറെ കൊണ്ടുവരാൻ പറയും. നേരത്തെ നമ്മുടെ ബിനീഷ പറഞ്ഞ പോലെ ഇങ്ങനെ കാത്തിരിക്കണമല്ലോ, അടുത്ത എപ്പിസോഡാണ്, കാത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതി കൊടുക്കണം. യെസ്, ഓക്കെ ബിനീഷ, സോ യു ടോൾഡ് ഇറ്റ് വെരി സിസ്റ്റമാറ്റിക്കലി. ഓക്കെ ബിനീഷ. അപ്പൊ സുറുമി, യു ടോൾഡ് ദാറ്റ് യു ആർ ദ ബെസ്റ്റ് ആക്ട്രസ് വെൻ യു ആർ ദ ബെസ്റ്റ് സ്റ്റുഡന്റ്. അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു. എവിടെ വെച്ചാണ് ഈ നാടകത്തിൽ അഭിനയിച്ചപ്പോഴാണ്, എങ്ങനെയാണുള്ളത്? +2 പഠിച്ച സമയത്തായിരുന്നു. തണ്ടക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ +2 പഠിച്ച സമയത്തായിരുന്നു. സ്കൂളിലെ നാടകത്തിന് ഫസ്റ്റ് ഞങ്ങളുടെ നാടകത്തിനായിരുന്നു. അതിൽ ബെസ്റ്റ് ആക്ട്രസ് ഞാനായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഏതായിരുന്നു നാടകം? ഭാരതമാതാവായിട്ട് ഞാൻ അഭിനയിച്ചത്. തീവ്രവാദം അങ്ങനെയുള്ളൊരു തീം, അങ്ങനെ ഒരു നാടകമായിരുന്നു, സ്റ്റോറി ആയിരുന്നു അതിന്റെ. ഞാൻ മാത്രം പെണ്ണായിട്ടുണ്ടായിരുന്നത്, ബാക്കി 9 പേരും ആൺകുട്ടികളായിരുന്നു. അപ്പൊ എല്ലാ ചുമതലയും എനിക്കായിരുന്നു. കാരണം ആൺകുട്ടികൾക്ക് വെച്ചാൽ ഒന്നിനും നിൽക്കില്ലല്ലോ, അവരെ ക്ലാസ് എളുപ്പാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ. അതിന്റെ എല്ലാം സാറ് പഠിപ്പിക്കാൻ വരും, വേറെ പുറത്തുനിന്ന് സാറിനെ നിർത്തിയേക്കാന്ന് പഠിപ്പിക്കാനായിട്ട്. സാറ് വരുമ്പോഴേക്കും വേണ്ട എക്യുപ്മെന്റ്സ് എല്ലാം ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് എല്ലാം കൊടുക്കണമായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താ പോണം, എനിക്ക് ചെറിയൊരു റോളായിരുന്നു, എന്റെ സീൻ കുറച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് തന്നെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുകയും ചെയ്തു വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തണ്ടേക്കാട്. തണ്ടേക്കാട് സ്കൂൾ അല്ലേ? നമ്മുടെ നൗഷാദ് സാറൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളല്ലേ? അതെ അതെ അതെ. +2 മക്കൾ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പൊ ഞങ്ങൾക്ക് സീരിയലിലൊക്കെ എഴുതുന്ന ഒരു സാറാണ് അന്ന് വന്നത്. ഒരു ബിജു അങ്ങനെ എന്തോ ഒന്ന് പേര് പറഞ്ഞു തന്നു. സീരിയലിനൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു വന്നത്. അപ്പൊ ഒരിക്കൽ സീരിയൽ അപ്പൊ അതില് വോയിസ് റെക്കോർഡ് ചെയ്യണമായിരുന്നു. ഒരു പാട്ട് പോലെ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എന്റെ സീനിൽ ഞാനങ്ങനെ സ്റ്റേജിൽ സോങ് പ്ലേ ചെയ്യുമ്പോ ഇങ്ങനെ പോലെ കളിച്ച് വരുന്നതായിരുന്നു. അപ്പൊ സുനിയുടെ മനസ്സിൽ ഇപ്പോഴും ആ കലാപരമായിട്ടുള്ള സംഗതികൾ ഒഴിഞ്ഞു കിടപ്പുണ്ടോ? അത് സാറ് പറഞ്ഞു വന്നു. അപ്പൊ സീരിയലിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് സ്റ്റുഡിയോയിലേക്ക് ഡബ് ചെയ്യാൻ വന്ന ഡബിങ്ങിന് വന്ന ആരാണ്ടാണ് ഈ പാട്ട് പാടി അങ്ങനെ ഒരു പാട്ട് ചെറുതായിട്ട് വേണമായിരുന്നു. അപ്പൊ സീരിയലിന്റെ ഡബിങ്ങിന് വന്ന ആരെ കൊണ്ടാണ് സാറിന് പാടിച്ചതെന്ന് സാറിന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഓ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സുറുമി, ആർ യു മാരീഡ്? യെസ്. ഇനി സുറുമിയുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്വാളിറ്റി കിട്ടിയിട്ടുണ്ടോ? മക്കള് പാട്ടൊക്കെ പാടും, ഡാൻസും ചെറുതും. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സുറുമി, അപ്പൊ സുറുമിക്ക് കൺഗ്രാജുലേഷൻ. ഇപ്പൊ നിങ്ങളൊക്കെ അറിയാമായിരുന്നു ബെസ്റ്റ് ആക്ടർ കിട്ടിയ ആളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.
ഇനി വെള്ളിത്തിരകളിലൊക്കെ നമ്മൾ സുറുമിയെ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിപ്പോ ഇത് നമ്മുടെ സുറുമിയല്ലേ എന്ന് വിചാരിക്കും. നമ്മൾ പറയാൻ പറ്റില്ല ഏത് ലെവലിൽ ഓരോരുത്തർ വരും. ഞാൻ പറയാറില്ലേ, ചെറിയ കുട്ടികളൊക്കെ നടന്നു പോണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കണം ഒരു 30 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും ഈ കുട്ടിയുടെയൊക്കെ റേഞ്ച്, ഏത് ലെവലായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്, അപ്പൊ അതുകൊണ്ട് ഐ അപ്രീഷിയേറ്റ് യു സുറുമി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. തന്റെ കട സ്കൂളിൽ പരിചയമുള്ളതാണ്. ഞാൻ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നൗഷാദ് സാർ എനിക്ക് പരിചയമുള്ളതിന്റെ പേര് ഞാൻ പറഞ്ഞു. വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എറണാകുളം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ വെച്ചിട്ട്. അന്നാണ് ബെന്യാമിൻ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മോൾക്ക് പുസ്തകാസ്വാദനത്തിന് പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാറിനെ കണ്ടു. ധാരാളം കുട്ടികളുള്ള സ്കൂളല്ലേ തണ്ടക്കാട് സ്കൂൾ? ഇഷ്ടംപോലെ കുട്ടികളില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സ്കൂളാണ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ എറണാകുളം. ഓക്കെ, ഓക്കെ. അത് ഇടയ്ക്ക് സുറുമി കട്ടായി പോകുന്നുണ്ട്. ആദ്യം പറഞ്ഞപ്പോൾ ക്ലിയർ ആയിരുന്നു, പിന്നീട് കട്ടായി പോയി. യെസ്, ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യു. Then Safida, what is your opinion about serial? Serials like endosulfan. I agree that statement because Yes, some Malayalam serials are harmful as endosulfan, harmful and dangerous as endosulfan. yes, I think this is not end. This is continuously lifelong term. This Yes. is not recovery. Some people are thinking this is truth, but Yes. reality is acting. But they cannot know that that is acting. yes, The addicted persons are waiting the episodes like crazy. They like what was next, what was next. In every serials, the mother-in-law and daughter-in-law are fighting each other oh in yes, silly right. matter. In silly matter, and between them, the son is suffering. Yes, And serials like the same content. yes, And the addicted person think what will next. They are very curious about them, the story, and some of them behave like serials character. And why we reduce our problems in our life? We have so many problems in our real life. Why yes. we reduce our problems in watching these type of crap? And I like comedy serials like Uppu Molagum, Chakkaparam, etc. Yes. Okay, Safida, from your words, the sound of your words, that shows your observation. Okay. One thing that you said is correct. Always there is a conflict between mother-in-law and daughter-in-law. The suffering person is the only child. Then only we can create the sympathy. എങ്കിലും മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. യെസ്, ഓക്കെ. ഒരേ സമയം ഏതാണ്ട് ഒരേ സമയത്ത് 37-40 സീരിയലുകളാണ് ഒരേ സമയം പോകുന്നത്, ഓരോ ചാനലിലായിട്ട്. അപ്പോ ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലോട്ട് പോകരുത്. അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചേർക്കാൻ പറ്റുമോ അത് അവർ ചേർക്കുന്നതാണ്. യെസ്, ഓക്കെ. ഐ അപ്രീഷിയേറ്റ് യുവർ ഒബ്സർവേഷൻ. ഓക്കെ സഫീദ, യെസ്, വെരി ഗുഡ്. സിനിമയാണെങ്കിൽ നമുക്ക് പറയാം ആഫ്റ്റർ 3 hours ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇതാണെങ്കിലോ ആഫ്റ്റർ 3 years ഇറ്റ് ഈസ് നോട്ട് ഫിനിഷ്ഡ്. ഓക്കെ. യെസ്, പിന്നെ എന്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കഥയായിരിക്കില്ല, പിന്നീട് കഥ വേറെ വഴിക്കൊക്കെ പോകും. ഏതാണ് പ്രേക്ഷകരെ കൂടുതൽ കിട്ടുന്നത് ആ വശത്തേക്കൊന്ന് പയ്യൊന്ന് മാറി പോകും. യെസ്, then Surya, what is your opinion about that? Yes, sir. Yes, Hi, go ahead. sir. Yes, ma'am. I am agree with the comment which is said by Mr. Prem Kumar. Yes. The reason is serials are slow poisons. Slow which poison. Which can affect not suddenly, but it will do it works slowly. Yes. Serials are only entertainment. If we take it as a serious, it will affect our character and our mental stability. So better to avoid watching serials. Yes, very well. Actually, ഭാഷയിലാണ് സൂര്യ പറഞ്ഞത്. Very good. Edited word. Yes, very good. Okay. Then I come to Sangeeta. What is your opinion, Sangeeta Murugan? Sir,
Yes, കേൾക്കുന്നുണ്ടോ സാർ? yes, we are hearing. Continue. അത് കഴിഞ്ഞ് ഹയർ ഉന്നീസ് കേട്ടോ. I agree with the Prem Kumar opinion because Yes, the serial is an addiction to our life. yes, Because the serial stories are very bad thought in your life. We are yes, see the serial. The children always watch the serials. The serials very affected the characters into serials in my children's. They should imitate the characters. I don't like the serials because I don't want to addicted any matter. I always like to movie, comedy programs and songs. Thank you, sir. okay, very good. Okay, Sangeeta told that she is also agrees with the opinion of the Prem Kumar. Okay. We are imitating the character of the serial. Okay, Hairunisa. Yes, sir. Yes, for you, Hairunisa. What is your opinion? Serials can have both positive and negative effects on family. Yes, Serials can be addictive, wasting valuable time that could be spent more productive time. And strained relationship, expectations, പിന്നെ വയലൻസ് ഇതൊക്കെ സീരിയൽ വരുത്തുന്ന ഒരു നെഗറ്റീവ് എഫക്ട്സ് ആണ്. okay. ഇതരണുള്ളൂ സാർ. Okay, very good. Okay, Hairunisa, very good. Yes, ഞാൻ ഓക്കെ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ റേറ്റിംഗ്. ഞാൻ വേർഡ് അങ്ങനത്തെ കിട്ടിയില്ല, അതാണ് ഞാൻ മനസ്സിലായത്. റേറ്റിംഗ് ആണ്. വെരി ഗുഡ് കറക്റ്റ് വേർഡ് അതാണ്. ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ ദ റേറ്റിംഗ്. യെസ്, ഇനി ആൾക്കാർ പറയാനുള്ളത്. ഞാൻ ഇനി ആരുടെയും ഇങ്ങനെ പേര് പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ ഇത് മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും. Sujisha, Yes, പറഞ്ഞോളൂ. I agree the opinion. There is no end to the serials. Yes, There, okay. there is no story or point. Just a disguise. Disguise means correct ആണ് സർ. ഡിസ്ഗൈസ് എന്ന് പറയുമ്പോൾ വേഷം കെട്ടലുകൾ മാത്രം. Okay. But it's a fun pastime for the elderly. Uh, I don't like serial. I don't see it. But today today are prone to imitation. People today are prone to imitation. Yes. Everyone think the serial is true. People react with anger when they see negative character exposed. Yes. That's also. Oh, very good. Yes. Okay, Surami. Yes, okay. Vidya Kumar is also told about her opinion. Yes, next, anybody? നിങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അബീന, okay, അബീന പറഞ്ഞോളൂ. And what is the topic? I don't know what is the topic. I just joined and hear all about. Yes, okay. The topic is this, Abhina. We are discussing the serial. How does it affect the life of a person, life of the family? Basically, I don't like serials, and I see what the serials watching people around me, like my mother-in-law and my mother also watching serials, and they are addicted to that. But I don't like serials. It's wasting our time, and it is not good for seeing those serials which are injecting negativity inside people, and they are playing with the audience emotions for their ratings, and also I don't know. I just like to speak English, so I. Yes, okay. You are speaking very fluently and good English. Okay, they are making fool of people, and it's a waste of time. We have a lot of things to do in our daily life.
not to look and watching the TV and emotionally down is not a good thing. It's I couldn't find words. Yes. Okay, Amina. Very good. Yes. Okay, very good. She is also experiencing the same effect from her family. So she could say very easily. Very good, Amina. Yes. Then, Arya Minu, what is your opinion? Sir, I disagree to watching serials. The main disadvantages, if one component fails, there are other negative health effects, including depression and anxiety. Watching serials, mental health problems such as depression and anxiety, stress, etc. Serials are native thoughts because the circuit has been broken. If one component in a serial circuit fails, all of the other components in the circuit will fail as well. So stop watching serials and hearing music. Example, boosting mood and improving memory and focus, reducing stress, pain. Thank you. Okay, very good, Arya. Very good. Your observation is very good. Yes, very good. Yes. Anybody? Yes, it is open to you. Yes. Arula. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യണം. അപ്പൊ എന്റെ ഉദ്ദേശം വേറെ ഒന്നും ആയിരുന്നില്ല. നിങ്ങൾ സീരിയൽ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് അത് അവിടെ നിൽക്കട്ടെ. നിങ്ങളെ കൊണ്ട് 2-3 വാചകങ്ങൾ ഇംഗ്ലീഷിൽ പറയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലവ് മാരേജ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ബയോഗ്രഫിയും മൈ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പറയാനായിട്ട് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് അത് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. However, your performance was super. നിങ്ങളുടെ പെർഫോമൻസ് വളരെ നല്ലതാണ്. ഓക്കെ. ഐ അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു. അതിന് ഞാൻ നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. യെസ്. ഹിന്ദി സീരിയൽസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ മലയാളം സീരിയൽസ് നല്ലതാണ്. കാരണം ഹിന്ദി സീരിയലിൽ നമ്മൾ വെറും പൊട്ടനാക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ ഒരു വണ്ടി റോട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നായിരിക്കും ആ റോട്ടിന്റെ അപ്പുറത്തൊരു കൊക്ക വരുന്നത്. ഒരു നാഷണൽ ഹൈവേയിൽ പെട്ടെന്നായിരിക്കും കൊക്ക രൂപപ്പെടുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മലയാളീസിന് നമ്മൾ ചിരി വരും. ശരിക്കും ഹിന്ദിക്കാരെന്ന് വെച്ചാൽ വെറും നമ്മളെ പറ്റിക്കും അങ്ങനെ. പിന്നെ ഒരാൾ മരിച്ച ആള് കുറച്ചാളയുമ്പോ തിരിച്ചു വരും. ആ മരിച്ച ആള് ദഹിപ്പിച്ചതാണ്, പക്ഷെ കുറച്ചാളയുമ്പോ ആള് തിരിച്ചു വരും. അങ്ങനെയുള്ള ഒരുപാട് കോമഡി സംഭവങ്ങൾ ഹിന്ദി അവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കാണിച്ചു. നമുക്കത് കാണുമ്പോൾ നമുക്ക് ലോജിക്കലി ഒരുപാട് ചിരി വരുന്നത് കാണുമ്പോൾ. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ മലയാള സീരിയൽസ് വളരെ ബെറ്ററാണ്. അത് ഈ പറഞ്ഞ സീരിയല് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയെ കുറിച്ച് പറയുന്നത്, മലയാള സിനിമ കുറച്ചുകൂടി റിയലിസ്റ്റിക് എന്നാൽ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നതാണ്. മറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് അല്ല. അവര് നായകൻ എന്താണോ പറയാനുള്ളത് മുഴുവൻ പറയിപ്പിച്ച് അങ്ങനെയൊക്കെ പറയിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം സംഗതി അങ്ങോട്ട് അവസാനിപ്പിക്കുള്ളൂ. യെസ്. നമ്മുടെ A.J. ക്രോണിൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്? A.J. ക്രോണിൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഡോക്ടർ നോവലിസ്റ്റ് ആണ്. ഞാനിപ്പോ സുറുമി പറഞ്ഞതുകൊണ്ട് കൂടെ കണക്ട് ചെയ്ത് പറയുന്നതാണ്. അപ്പൊ അദ്ദേഹം ഡോക്ടറാണ്, ബിസി ഡോക്ടറാണ്. അപ്പൊ പുള്ളിക്ക് പക്ഷെ എഴുതണം എന്നുള്ള ഭയങ്കരമായ കലാപരമായ കഴിവ് കിട്ടിയിട്ട് ഒരു ദൃഷ്ടങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പുള്ളിക്ക് ഡോക്ടർ പണിയല്ല, പുള്ളിക്ക് എപ്പോഴും എഴുത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുള്ളി വിചാരിച്ചു എഴുത്തിന്റെ സുഗമമായ സക്സസിന് വേണ്ടിയിട്ട് ഡോക്ടർ പണി വേണ്ടെന്ന് വെക്കാതെ, അങ്ങനെ പുള്ളി ഡോക്ടർ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് ധാരാളം പുസ്തകങ്ങൾ മേടിച്ചു വെച്ചു, എഴുതാനുള്ള നോട്ട്ബുക്ക്. കാരണം എഴുതി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ധാരാളം പേന, മഷി ഇതൊക്കെ മേടിച്ചു വെച്ചിട്ട് പുള്ളി എഴുതാനിരിക്കുകയാണ്. അങ്ങനെ രാവിലെ തന്നെ പുള്ളിയൊക്കെ കഴിഞ്ഞ് പുള്ളി എഴുതാൻ വേണ്ടി വന്നിരുന്നു. പക്ഷെ എഴുത്തു വരുന്നില്ല, എഴുതാൻ. അപ്പൊ രാവിലെ ഇരുന്നിരുന്ന് ഉച്ചയായിട്ടും പുള്ളിക്ക് യാതൊന്നും ഒരു വരി പോലും പുള്ളിക്ക് എഴുതാൻ പറ്റുന്നില്ല. വീണ്ടും പുള്ളി പല പല കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ ഇതൊക്കെ തുറന്നു വെച്ചിങ്ങനെ ഇരിക്കണം പുള്ളി. പക്ഷെ അതിന് മുമ്പൊക്കെ പുള്ളിക്ക് ഇങ്ങനെ എഴുത്തിന് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പുള്ളി എഴുതാൻ കണക്കാക്കി വന്നു കഴിഞ്ഞപ്പോ ഈ സംഗതി വരുന്നില്ല.
അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകാറുണ്ട്. നടക്കാൻ പോകുമ്പോൾ എപ്പോഴും ഒരു വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു പാടം ഉഴുതുകൊണ്ടിരിക്കുന്ന കാണാം. അപ്പൊ അത് കാണുമ്പോൾ ഇയാള് വിചാരിക്കും ഇത് എന്തിനാണ് ഇദ്ദേഹം ചെയ്യുന്നത്, ഇദ്ദേഹത്തിന് ഒരിക്കലും ഇതിനോട് കൃഷി ഇറക്കാൻ പറ്റില്ല. അപ്പൊ ഇയാൾ ഒരു ദിവസം ഇയാളെ വിളിച്ചിട്ട് ചോദിക്കും, കർഷകർ ചോദിക്കും, നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഒരു കൃഷി ഇറക്കാൻ പറ്റില്ല, പിന്നെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അപ്പൊ കൃഷിക്കാരൻ പറയും, എന്റെ അച്ഛനത് കണക്കുമായിരുന്നു, എന്റെ അച്ഛന്റെ അച്ഛനും അത് തന്നെ ചെയ്യുമായിരുന്നു, ഞാനും അത് ചെയ്യുകയാണ്. ഒരുപക്ഷെ എനിക്കും ഇവിടെ ഒരു കൃഷി ഇറക്കാൻ സാധിച്ചില്ല എന്ന് വരാം. ഒരുപക്ഷെ എന്റെ അടുത്ത തലമുറയ്ക്ക് അവർക്ക് ഒരുപക്ഷെ സാധിച്ചെന്ന് വരാം. യെസ്, ഇതാണ് പുള്ളിയുടെ ഇൻസ്പിറേഷൻ ആയിട്ട് പിന്നെ വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എഴുതുന്ന എല്ലാ നോവലുകളിലും ഒരു ഡോക്ടർ ഉണ്ടാവും. അത് നമ്മൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്ക് ചില രാശിയില്ല. അതിന്റെ പ്രത്യേകത ആ ടൈറ്റിൽ ഇപ്പൊ ഞാൻ പറയാം, ഫാസിൽ ഡയറക്റ്റ് ചെയ്യുന്ന ആ സിനിമയുടെ ടൈറ്റിൽ വരുമ്പോൾ അതിന്റെ അറ്റത്തൊരു ചന്ദ്രക്കലയിൽ അവസാനിക്കും. നോക്കിക്കോളൂ, കറക്റ്റ് അല്ലേ? അനിയത്തി പ്രാവ്, വിസ്മയത്തുമ്പത്ത്, മണിച്ചിത്രത്താഴ്, അങ്ങനെ അങ്ങനെ എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കിക്കോ, അങ്ങനെ കാണാൻ പറ്റും. IV ശശി സംവിധാനം ചെയ്യുന്ന ഏത് സിനിമ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം എല്ലാം ആ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കും. യെസ്, അങ്ങനെ ഒരുപാട് പ്രത്യേകത നമ്മൾ ഇതിനകത്ത് കാണാൻ പറ്റും. യെസ്, അപ്പൊ അതുപോലെ ഇയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ എല്ലാ നോവലുകളിലും ഒരു ഡോക്ടർ ഉണ്ടാവും. ഡോക്ടർ ഇല്ലാത്ത നോവൽ പുള്ളിക്കില്ല. ആ നോവലിലൂടെ ഇദ്ദേഹം എന്താണോ ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ ഡോക്ടറിലൂടെ പറയൂ. ഡോക്ടർ എപ്പോഴും നല്ല മനുഷ്യനായിരിക്കും. അപ്പൊ ഡോക്ടറിലൂടെ ആയിരിക്കും പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പുള്ളി ലോകത്തോട് പറയുന്നത്. ഇങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് നോവലാണ് സിറ്റാഡ്. ചില വീടുകൾക്ക് ആ പേരിടാറുണ്ട്, സിറ്റാഡ്, കോട്ട എന്ന അർത്ഥത്തില് പുള്ളിയുടെ നോവലാണ് സിറ്റാഡ്. ചില വീടുകൾക്ക് ആ പേരിടാറ്. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഡോക്ടർ AJ ക്രോണിന്റെ നോവലില് AJ ക്രോണിൻ ഇതിലൂടെ പറയിപ്പിക്കുന്ന പോലെ സുറുമി ഇപ്പൊ പറഞ്ഞ പോലെ ചില കാര്യങ്ങള് ആ ജനങ്ങളെ ഇങ്ങനെ മണ്ടന്മാരാക്കിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ പരിഗണിച്ചിട്ട് അവതരിപ്പിക്കുന്ന സീരിയലുകളും പ്രോഗ്രാമുകളും ഉണ്ടാവും. യെസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക്, യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് AJ ക്രോണിനെ വീണ്ടും നമുക്ക് സീരിയസ് ആയിട്ട് നമുക്ക് വേറെ ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ പൊസിഷനിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ബാലൻസ് ചെയ്തിട്ടുണ്ട്. That we will discuss in the next class. However, your performance was super. പറയാം ഓസം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൈൻ ഓഫ് ഉണ്ടോ? എന്തെങ്കിലും പറയാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. Thank you, sir. Okay. Thank you, sir. So we will meet in the next class. Okay. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir.